ഇന്ന് നമുക്ക് ഡ്രൈവ് എന്ന സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ചെയ്യാൻ പറ്റുന്ന എല്ലാ മോശമായ കാര്യവും ചെയ്ത് പണവും സമ്പാദിച്ച് ഒടുവിലെല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തീരുമാനിക്കുന്ന ബിസിനസ്സുകാരനായ ജയ്. എന്നാൽ ജയ്ക്ക് ഒരു ഹാക്കറിൽ നിന്നും കോൾ വരികയാണ്. അതോടുകൂടി ജയ് ഇതുവരെയായിട്ടും ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഭാര്യ അറിയാതെയുള്ള ബന്ധങ്ങളുമെല്ലാം പുറത്തായി. കൂടാതെ കൂടെയുള്ള കൂട്ടുകാർ ഓരോരുത്തരും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അത് ഹാക്കറിന്റെ പണിയാണെന്നും ജയ്ക്ക് മനസ്സിലായി. ആരാണ് ഹാക്കർ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ജയ് അറിയുന്നത്. ആരാണ് ഈ ഹാക്കർ, എന്താണ് ഹാക്കറും ജയ്യുമായി തമ്മിലുള്ള ബന്ധം എന്നൊക്കെ അറിയണ്ടേ. കഥയുടെ അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുന്നത് പഴയൊരു കഥ കാണിച്ചുകൊണ്ടാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച സഞ്ജീവ് റെഡ്ഡി ഒരു വലിയ ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിച്ച് പീപ്പിൾ എന്ന പേരിൽ പത്രം ആരംഭിച്ചു. എന്നാൽ പണത്തിന് മോഹിച്ച സഞ്ജീവ് റെഡ്ഡി ഒരുപാട് രാഷ്ട്രീയക്കാരുമായി സഹകരിച്ച് അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. ഒരുപാട് കാശും സമ്പാദിച്ചു, പത്രവും വളർന്നു. സഞ്ജീവ് റെഡ്ഡിയുടെ കാലശേഷം ആർമിയിലായിരുന്ന മകൻ ജയ് പത്രം ഏറ്റെടുത്തു. പീപ്പിൾ എന്ന പത്രം പീപ്പിൾ മീഡിയയായി മാറി. അച്ഛനെ പോലെ തന്നെ മകനും കാശിനു വേണ്ടിയിട്ട് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യമൊക്കെ ചെയ്തു. പീപ്പിൾ മീഡിയ ലോകമറിയുന്ന പത്രമായി മാറി. എന്നാൽ ഇപ്പോൾ ജയ് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് പീപ്പിൾ മീഡിയ വിൽക്കുവാനായി പോകുന്നു. വിറ്റതിനു ശേഷം കാശുമായി ലണ്ടനിൽ വീട് വാങ്ങി സെറ്റിലാകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് പല പല പ്രശ്നവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രഹസ്യമായ ഡീലിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ജയ്. അവിടെ വെച്ച് പ്രമുഖ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. എന്തിനാണ് പീപ്പിൾ മീഡിയ വിൽക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാനായിട്ട് ജയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഈ ഒരു വാർത്ത പുറത്തു വന്നാൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞതിനാൽ മനസ്സില്ലാ മനസ്സോടെ ജയ് അതിന് മറുപടി കൊടുക്കും. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പുറത്തു വരുന്ന ജയ് ആണെങ്കിൽ തന്റെ ഭാര്യയും മകനെയും വീഡിയോ കോൾ വിളിക്കുന്നു. ജയ് ആണെങ്കിൽ കുറെ നാളായി വീട്ടിലോട്ട് വന്നിട്ട് അതിന്റെ സങ്കടമായിരുന്നു അവർക്ക്. ഈ ഒരു ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കുമല്ലോ, ലണ്ടനിൽ വീട് വാങ്ങി നമുക്ക് അവിടെ സെറ്റിലാകാമെന്നും ജയ് അവരെ സമാധാനിപ്പിക്കുന്നു. ഭാര്യയ്ക്കും മകനും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ജയ് ആണെങ്കിൽ തന്റെ ലക്ഷറി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് കാറിലാണ് പോകുന്ന വഴിയിൽ തന്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളെയും വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. ഒരാളാണെങ്കിലോ സിനിമാ നടനാണ്, മറ്റൊരാളാണെങ്കിലോ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്യുന്ന ഡോക്ടറും. വിദേശത്താണ് നിൽക്കുന്നതും. അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ജയ്ക്ക് കോള് വരുന്നു. അതും ഒരു പ്രൈവറ്റ് നമ്പർ ആയിരുന്നു. ആദ്യമൊക്കെ ജയ് ആണെങ്കിൽ കോൾ എടുക്കില്ല. ഒരു ഘട്ടത്തിൽ ജയ് വീഡിയോ കോൾ ഓണാക്കുന്നു. മുഖംമൂടിയൊക്കെ ധരിച്ച ആളായിരുന്നു അതൊരു ഹാക്കറാണ്. എന്താ പ്രാങ്ക് ചെയ്യുകയാണോ, എനിക്കതിനൊന്നും ടൈമില്ല എന്ന് പറഞ്ഞ് ജയ് കോള് കട്ട് ചെയ്ത് കളയുന്നു. എന്നാൽ അയാൾ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. നീ എന്താ ഹാക്ക് ചെയ്യുവാനായി പോവുകയാണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വീണ്ടും ജയ് കോള് കട്ട് ചെയ്ത് കളയും. ദേഷ്യം വന്ന ഹാക്കർ ആണെങ്കിലോ വീണ്ടും വിളിക്കുവാനായി ശ്രമിക്കുന്നു. പക്ഷേ ജയ് ആണെങ്കിൽ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. എന്നാൽ ആ ഹാക്കർ ആണെങ്കിൽ ജയുടെ കാറ് മുഴുവനായിട്ടും ഹാക്ക് ചെയ്യുകയാണ്. മാത്രവുമല്ല ജയുടെ കാറിൽ വീഡിയോ കോളും ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. ജയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആകുവാനായും തുടങ്ങി. നീ എന്താ എന്നെ കളിപ്പിക്കുകയാണോ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ കോൾ കട്ട് ചെയ്യരുതെന്ന്. പക്ഷേ നീ വീണ്ടും കോൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുമെന്ന് പറയും. എന്നാൽ അത് കേൾക്കാതെ ജയ് വീണ്ടും കോൾ കട്ട് ചെയ്ത് കളയുന്നു. എന്നാൽ അപ്പോൾ തന്നെ ജയ് അറിയാതെ അവന്റെ അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപ ഹാക്കർ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അത് കണ്ട് ജയ് ഞെട്ടിപ്പോവുകയാണ്. വീണ്ടും ഹാക്കറിന്റെ കോള് വരികയാണ്. ഇതെന്താ, നിനക്കിപ്പോൾ എന്നെക്കുറിച്ച് മനസ്സിലായില്ലേ, എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. നീ ഇത്രയും നാളായിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളും നീ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദേ മീഡിയയിൽ പബ്ലിഷ് ആയിരിക്കുന്നു. ഞാനതെല്ലാം പബ്ലിഷ് ആക്കിയിട്ടുണ്ട് എന്ന് പറയും. ജയ് പീപ്പിൾസ് മീഡിയ വിൽക്കുവാനായി പോകുന്നതും അവൻ നടത്തിയിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഹാക്കറാണെങ്കിൽ മീഡിയക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എല്ലാ ചാനലിലും സംപ്രേഷണം ചെയ്യുന്നതോ ജയ്യുടെ വാർത്തയായിരുന്നു. ജയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാകുവാനായും തുടങ്ങി. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ എന്ന് പറയുന്ന സമയമായിരുന്നു അയ്യർ എന്നൊരാളുടെ സൈഡിൽ നിന്നും കോള് വരുന്നത്. നിനക്കൊരു കോള് വരികയല്ലേ, അത് അറ്റൻഡ് ചെയ്യുവാനായിട്ടും ഹാക്കർ പറയുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്ന ജയ്യോട് അയാൾ പറയുന്നത്, നീ നിന്റെ പത്രം വിൽക്കുവാനായി പോവുകയാണല്ലേ, ആ കാര്യമെല്ലാം ദേ ഇപ്പോൾ മീഡിയയിൽ സംപ്രേഷണം ചെയ്യുകയാണ്. മാത്രവുമല്ല
നീ ഇതുവരെയായിട്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നീ നിന്റെ അച്ഛനെക്കാളും നീ മോശമാണല്ലോ. നീ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവല്ലേ എന്നും അയാൾ പറയുന്നു. ഇനി നിന്നെ ആർക്കും രക്ഷിക്കാനായി കഴിയില്ല എന്നും പറഞ്ഞാണ് കോൾ കട്ട് ചെയ്ത് കളയുന്നത്. എന്നാൽ ജയ്ക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. മീഡിയയിലുള്ള അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കോൾ ചെയ്ത് ചോദിക്കുമ്പോഴോ, നിന്റെ ന്യൂസാണ് ഇപ്പോൾ എല്ലാ ചാനലിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്രയും നാളായിട്ട് നീ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, നിനക്ക് കാശ് തന്നിട്ടുള്ള രാഷ്ട്രീയക്കാർ, പണക്കാർ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എല്ലാം ചാനലിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നും അവന്റെ കൂട്ടുകാരൻ പറയുന്നു. ജയ് ഉടനെ തന്നെ തന്റെ ഭാര്യയെ കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് നീ പേടിക്കണ്ട, ഞാനതെല്ലാം നോക്കിക്കോളാം. നിന്നെ ആര് വിളിച്ചാലും നീ കോൾ എടുക്കണ്ട, നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കണമെന്നും ജയ് പറയുന്നു. അതിനുശേഷമായിരുന്നു ജയുടെ ടീം അവനെ കോണ്ടാക്ട് ചെയ്യുന്നതും. എങ്ങനെയാണ് അവർ ഇത്രയും പ്രൈവറ്റ് ആയിട്ട് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ലീക്ക് ആയത് എന്നുള്ള ടെൻഷൻ ഉണ്ടാകുന്നു. അവന്റെ ഓഫീസിൽ നിന്നും ലീക്ക് ആക്കുവാനായിട്ട് ചാൻസ് ഇല്ല. എങ്ങനെയായിരിക്കാം അതെല്ലാം ഹാക്കറിന്റെ കയ്യിൽ വന്നതെന്ന് ചിന്തിക്കുന്ന സമയത്തായിരുന്നു ജയ്ക്ക് തന്റെ പേഴ്സണൽ ലാപ്ടോപ്പിനെ കുറിച്ച് ഓർമ്മ വന്നതും. ആ ഒരു ലാപ്ടോപ്പ് ഹാക്കർ ഹാക്ക് ചെയ്താണ് ഇത്രയും ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരിക്കുന്നതെന്നുള്ള കാര്യം ജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും അവൻ ഓഫ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് ഒരു കടയിലേക്കാണ്. എന്നിട്ട് അവിടെ നിന്നും പുതുതായിട്ടൊരു ഫോണും സിമ്മും ഒക്കെ വാങ്ങുന്നു. മാത്രവുമല്ല അവിടെ ജോലി ചെയ്യുന്ന ലേഡിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് തന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റിനെ കോൾ ചെയ്തിട്ട് പുതുതായി എടുത്ത നമ്പറും പറഞ്ഞു കൊടുക്കുന്നു. ഇനി ആരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നെങ്കിലും ഈ നമ്പറിലെ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. മാത്രവുമല്ല വക്കീലിനെയും വിവരം അറിയിക്കണമെന്നും ജയ് പറയുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ജയ് കൊടുത്ത അതേ നമ്പറിലേക്ക് വക്കീൽ കോൾ ചെയ്യുകയാണ്. ജയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നത് ഈ വക്കീലാണ്. എന്നാൽ ജയ് ഇത്രയും നാൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തായിരിക്കുകയാണല്ലോ. ജയ് ആണെങ്കിൽ ടാക്സ് കൊടുക്കാറില്ല. മാത്രവുമല്ല ചാരിറ്റി എന്ന പേരിലും കുറേ കാശും തട്ടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ കേസ് നടത്തുന്നതിനും കുറച്ച് നൂലാമാലകളുണ്ടെന്നും വക്കീൽ പറയുന്നു. തൽക്കാലം ഒരു കാര്യം ചെയ്, ഇവിടെ നിന്ന് മാറി നിൽക്ക്. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ലണ്ടനിൽ പോകുവാനല്ലേ തീരുമാനിച്ചിരുന്നത്, അവിടേക്ക് തന്നെ പോ. ലണ്ടനും ഇന്ത്യയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്ലോയാ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരും വന്ന് അറസ്റ്റ് ചെയ്യില്ല എന്നും വക്കീൽ പറയുന്നു. അങ്ങനെ വക്കീൽ പറഞ്ഞതനുസരിച്ച് ലണ്ടനിലേക്ക് പോകുവാനായിട്ടുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുവാനായിട്ട് തന്റെ ടീമിനോട് ജയ് വിളിച്ച് പറയുന്നു. അതേ സമയമായിരുന്നു കാറിന്റെ ഡിസ്പ്ലേ ഓൺ ആകുന്നതും അതിൽ ജയ്യും ഒരു ഫോറിൻ ലേഡിയും തമ്മിലുള്ള വീഡിയോ പ്ലേ ആകുന്നതും. അത് കണ്ടതും ജയ് വല്ലാതെ ടെൻഷനാകുവാനായി തുടങ്ങി. എത്രയും വേഗം നീ നിന്റെ ഫോൺ ഓൺ ആക്കെന്നും ഹാക്കർ പറയുന്നു. അങ്ങനെ ഫോൺ ഓൺ ആക്കിയതും ജയുടെ ഭാര്യയിൽ നിന്നും വീഡിയോ കോൾ വരികയാണ്. ടെൻഷനോട് കൂടിയാണ് ജയ് കോൾ എടുക്കുന്നതും. പക്ഷേ വിളിച്ചത് മകനായിരുന്നു. ഭാര്യയും സംസാരിക്കുന്നുണ്ട്. അവരിത് അറിഞ്ഞില്ല എന്ന് ജയ്ക്ക് മനസ്സിലായി. ജയുടെ ഭാര്യ വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയായിരുന്നു മകൻ TV കണ്ടുകൊണ്ടിരിക്കെ ആ TV ഹാക്കർ ഹാക്ക് ചെയ്യുന്നതും. അതിൽ ജയും ഫോറിൻ ലേഡിയും തമ്മിലുള്ള വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ആ വീഡിയോ കണ്ടതും അമ്മ ദേ വന്നേ, അച്ഛൻ ഇതിലെന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നു. എന്നാൽ ഭാര്യയാണെങ്കിൽ അത് നോക്കുവാനായി എത്തുന്ന അതേ സമയം തന്നെയായിരുന്നു ആ ഒരു വീഡിയോ ഹാക്കർ ഓഫ് ചെയ്യുന്നതും. അതോടുകൂടി ഭാര്യ ജസ്റ്റ് മിസ്സായിട്ടാണ് ആ ഒരു വീഡിയോ കാണാതെ പോയതും. ജയ്ക്കാണെങ്കിൽ ആശ്വാസമാകുന്നു. ഞാൻ വന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഞാൻ ചെയ്ത കുറച്ച് തെറ്റുകൾ എനിക്ക് നിന്നോട് ഏറ്റു പറയണമെന്നും ഭാര്യയോട് പറയുന്നു. എന്നിട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. ജയ്യുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലീക്കായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ജയ് ഹാക്കറിനോട് പറയുന്നുണ്ട്, നീ ഇതെല്ലാം ചെയ്തതുകൊണ്ട് എന്നെ അങ്ങ് തകർത്ത് കളയാമെന്ന് നീ കരുതിയോ? ഒരിക്കലുമില്ല. നീ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്നും ജയ് പറയുന്നു. അതേസമയമായിരുന്നു ജയ്യുടെ ഡോക്ടറായിട്ടുള്ള ഫ്രണ്ട് വീഡിയോ കോൾ വിളിക്കുന്നതും. ജയ്യുടെ സിനിമാ നടനായിട്ടുള്ള കൂട്ടുകാരനാണെങ്കിൽ ഷൂട്ടിങ്ങിനായിട്ട് മലമുകളിൽ നിൽക്കവേ അവന്റെ തലയിൽ ഡ്രോൺ വന്ന് വീണ് അവൻ മലയിൽ നിന്നും താഴേക്ക് വീണ് ദേ ഇപ്പോൾ ജീവന് വേണ്ടി പോരാടുകയാണ് എന്നുള്ള വാർത്തയാണ് കൂട്ടുകാരൻ പറഞ്ഞതും. അത് കേട്ടതും ജയ് വല്ലാതെ ടെൻഷനായി. ആ ഒരു ഹാക്കറിനെ കുറിച്ചുള്ള കാര്യമെല്ലാം കൂട്ടുകാരനോട് തുറന്നു പറയുന്നു. എനിക്ക് തോന്നുന്നത് ആ ഹാക്കർ ആയിരിക്കാം ഡ്രോൺ ഹാക്ക് ചെയ്ത് അവനെ അപകടപ്പെടുത്തിയത്. ഹാക്കർ കാരണം എന്റെ കൂടെയുള്ള എല്ലാവർക്കും അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നും ജയ് കൂട്ടുകാരനോട് പറയുന്നു. അതിനുശേഷം വീണ്ടും ജയ് തന്റെ കാറിൽ കയറി യാത്ര ആരംഭിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു വീണ്ടും ഡിസ്പ്ലേ ഓൺ ആകുന്നത്. ആ ഹാക്കർ ആയിരുന്നു വിളിച്ചത്. ഇങ്ങനെ കാറിൽ തന്നെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാകുന്നത്? നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കും. അതേ സമയത്തായിരുന്നു ജയ്യെ ഫോളോ ചെയ്ത് ഒരു കാറുകാരൻ വരുന്നത്. അതിലൊരു മാസ്ക് ധരിച്ച ആളിരിപ്പുണ്ട്. അയാളാണെങ്കിൽ ജയ്യെ തന്നെ നോക്കുന്നു. എന്നാൽ ഇത് ഹാക്കറിന് മനസ്സിലായി. നിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു കാറിൽ ഒരാൾ വന്നിട്ടില്ലേ? നീ അയാളെ ഫോളോ ചെയ്ത് അയാളെ പിടികൂടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാണ് നിന്നോട് ഇങ്ങനെ ചെയ്യുന്നെന്നുമുള്ള കാര്യം നിനക്ക് മനസ്സിലാകുമെന്നും ഹാക്കർ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ ജയ്യാണെങ്കിൽ അയാളെ ചേസ് ചെയ്ത് പിടിക്കുകയാണ്. അവസാനം കാറ് ചെന്ന് എത്തിപ്പെട്ടത് ഒരു വിൻഡ് മില്ലിലാണ്. ആ പരിസരത്ത് തന്നെ ആരും തന്നെ ഇല്ലായിരുന്നു.
കാറിൽ നിന്ന് പുറത്തിറങ്ങിയ മാസ്ക് ധരിച്ച ആളാണെങ്കിലോ തോക്ക് ചൂണ്ടി ജയ്യെ വിരട്ടുന്നു. എന്നിട്ട് ജയ്യെ കാറിൽ നിന്നും പുറത്തിറക്കുകയാണ്. തോക്കിരിക്കുന്നത് കൊണ്ട് പേടിച്ച് ജയ്യാണെങ്കിൽ അയാൾ പറഞ്ഞതെല്ലാം അനുസരിക്കും. അയാളാണെങ്കിലോ കുറെ ദൂരം ജയ്യെ കൊണ്ടുപോകുന്നു. എന്നാൽ അയാളുടെ ശ്രദ്ധ തെറ്റിയ നേരം തന്നെ അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് അടിച്ചു തെറിപ്പിച്ച് ജയ് അയാളെ ഒരുപാട് തല്ലുന്നു. ആരാടാ നീ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ല ഇതൊന്നും ചെയ്തത്. ഡാർക്ക് വെബ് വഴി എനിക്ക് കിട്ടിയൊരു അസൈൻമെന്റ് ആണിത്. എനിക്ക് കുറച്ച് കാശും തന്നു, കാറിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. ഈ കാറിൽ പോകുന്ന ആളിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞിരുന്നത്. പറഞ്ഞ കാശിന് വേണ്ടിയിട്ടുള്ള ജോലി മാത്രമാണ് ഞാൻ ചെയ്തത്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ അതേ സമയമായിരുന്നു അവിടെ ഒരു ചെറിയ ബോക്സ് ഇരിക്കുന്നത് ജയ് കാണുന്നതും. ആ ബോക്സ് ജയ് ഓപ്പണാക്കി നോക്കുകയാണ്. അതിലൊരു 3 കൂട്ടുകാരുടെ സ്കൂൾ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നതും. ആ ഫോട്ടോയിലുള്ളത് ജയ്യും അവന്റെ 2 കൂട്ടുകാരുമാണ്. കൂടാതെ ഒരു പയ്യൻ കൂടി ആ ഫോട്ടോയിൽ നിൽക്കുന്നുണ്ട്. അവന്റെ പേര് ജോൺ എന്നായിരുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജയ്ക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളത് റിജക്റ്റ് ചെയ്യും. എന്നാൽ ആ പെൺകുട്ടി ജോണിനൊപ്പം സംസാരിച്ചുകൊണ്ട് പോകുന്നത് അവന്റെ കൂട്ടുകാരൻ കാണുകയും ആ ഒരു വിവരം ജയ്യുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. ദേഷ്യമെന്ന ജയ്യാണെങ്കിൽ ആ പയ്യനെ ഒരുപാട് തല്ലും. എന്നാൽ വിവരമറിഞ്ഞ പെൺകുട്ടി ജയ്ക്കടുത്തെത്തിയിട്ട്, നീ ഇങ്ങനെ ഒരാളായിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇത്രയും നാൾ ജോൺ എനിക്ക് വെറും ഫ്രണ്ട് മാത്രമായിരുന്നു. എന്നാൽ നീ ഇങ്ങനെ ചെയ്തതിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു. അത് ജയിൽ വല്ലാതെ ദേഷ്യമുണ്ടാക്കി. ജോണിനോട് പകയുമുണ്ടായി. അതേ സമയത്തായിരുന്നു ജോണിനാണെങ്കിൽ ബ്ലഡ് സംബന്ധിച്ച് എന്തോ അസുഖമുണ്ടെന്ന് ജയുടെ കൂട്ടുകാരൻ വന്ന് പറയുന്നത്. കാരണം കൂട്ടുകാരന്റെ അച്ഛനാണ് ജോണിന് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നതും. ആ ഒരു വിവരം അറിഞ്ഞതും ജയ് ആണെങ്കിൽ ഒരു പ്ലാൻ എടുക്കുകയാണ്. ജോണിന് എയ്ഡ്സ് ആണെന്ന് സ്കൂൾ മുഴുവൻ പറഞ്ഞു പരത്തി. മാത്രവുമല്ല അവന്റെ ബർത്ത്ഡേ ദിവസം ഹാപ്പി ബർത്ത്ഡേ എയ്ഡ്സ് ബോയ് എന്നെഴുതിയൊരു കേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ജോൺ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവരുടെ ടോർച്ചർ കൂടി വന്നുകൊണ്ടേയിരുന്നു. അത് കാരണം സ്കൂളിലുള്ള ഒരു കുട്ടികൾ പോലും ജോണിനോട് മിണ്ടാതെയായി. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന ജോണിനെ പോലും ആരും അടുപ്പിക്കുന്നതേയില്ല. എന്നാൽ ജോൺ ആണെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരികത്തേക്ക് ചെല്ലുമ്പോഴോ അവളും അവനോട് മിണ്ടുവനെയും കൂട്ടാക്കുന്നില്ല. അതേസമയം തന്നെയായിരുന്നു ജോൺ ആണെങ്കിൽ ചുമക്കുന്ന സമയത്ത് അവന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതും. അത് കണ്ട് പേടിച്ച് കുട്ടികളെല്ലാം ഓടിക്കളയുകയാണ് ചെയ്തതും. അതോടുകൂടി മാനസികമായി തകർന്നു പോയ ജോൺ ആണെങ്കിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അച്ഛാ, അമ്മ, എന്നോട് ക്ഷമിക്കണം. എന്റെ മരണത്തിന് ഇവർ 3 പേരുമാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞ് ജയ്യുടെയും കൂട്ടുകാരുടെയും പേരെഴുതി വെച്ചിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തതും. ആ ഒരു കാര്യമെല്ലാം ഇപ്പോൾ ജയ് ഓർക്കുകയാണ്. ജോൺ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഇവരെ 3 പേരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ജോണിന്റെ സഹോദരനാണെന്നുള്ള കാര്യം ജയ്ക്ക് മനസ്സിലായി. ജയ് ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ പറയുന്നു. അവൻ എന്തിനാ നമ്മളെ ടോർച്ചർ ചെയ്യുന്നത്? അവന്റെ പേര് വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പേര് തനിക്ക് ഓർമ്മയില്ല എന്നാണ് ജയ് പറയുന്നത്. മാത്രമല്ല ഇവർ 3 പേരും ചെയ്ത ഈ ഒരു ക്രൂരകൃത്യം ആകെ അറിയാവുന്നത് അവരുടെ സാറിന് മാത്രമായിരുന്നു. ആ സാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, സാർ മരണപ്പെട്ടു എന്ന വാർത്ത ഇടയ്ക്ക് സ്കൂൾ ഗ്രൂപ്പിൽ കണ്ടിരുന്നുവെന്നും കൂട്ടുകാരൻ പറയുന്നു. ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ സാറിന്റെ മകളെ വിളിക്കും. മകളോട് അന്വേഷിക്കുന്ന സമയത്ത് സാറിന് പേസ് മേക്കർ വെച്ചിരുന്നു. പേസ് മേക്കർ ആണെങ്കിൽ 3-4 ദിവസം വരെ നല്ലതായിരുന്നു. പക്ഷേ മരണപ്പെടുന്നതിന്റെ അന്ന് പേസ് മേക്കറിന്റെ കംപ്ലൈന്റ് ഉണ്ടാവുകയും സ്ട്രോക്ക് വന്നാണ് സാർ മരണപ്പെട്ടു പോയതെന്നും മകൾ പറയുന്നു. അതോടുകൂടി ഇതെല്ലാം ഹാക്കറിന്റെ പണിയാണെന്നും ജയ്ക്ക് മനസ്സിലായി. ജയ് ഉടനെ തന്നെ കൂട്ടുകാരനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരെ എങ്ങനെയാണ് സാർ രക്ഷിച്ചതെന്നാൽ ഇവരുടെ 3 പേരുടെയും പാരന്റ്സ് നന്നായിട്ട് സ്കൂളിന് ഡൊണേഷൻ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജോൺ മരിക്കുന്നതിന് മുൻപ് എഴുതിയ ലെറ്റർ സാറിന്റെ കയ്യിലാണ് കിട്ടിയത്. ആ ലെറ്റർ ആരും അറിയാതെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതും കീറിക്കളഞ്ഞതും സാറായിരുന്നു. അതുകൊണ്ടാണ് ജോണിന്റെ സഹോദരൻ സാറിനെ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്ത് കൊന്നുകളഞ്ഞതും. ഈ കാര്യങ്ങളെല്ലാം പേടിയോട് കൂടിയാണ് ജയ് കൂട്ടുകാരനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അതേസമയം തന്നെയായിരുന്നു ജയ്യുടെ കൂട്ടുകാരൻ വല്ലാതെ ചുമയ്ക്കുവാനായിട്ടും തുടങ്ങിയത്. ജയ്യോട് സംസാരിക്കുന്നതിന് മുൻപ് അവനൊരു ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. ആ ഫുഡ് കഴിച്ചതിന്റെ അലർജി ആയിരിക്കുമെന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ കുറെ നേരം കഴിഞ്ഞതും കൂട്ടുകാരൻ ചുമച്ച് തറയിൽ വീണ് മരണപ്പെടുന്നു. അതോടുകൂടി ജയ് വല്ലാതെ ടെൻഷനാകുകയും തന്റെ ഫാമിലിയെ സേഫ് ആക്കണമെന്ന് കരുതി ഭാര്യയെ വിളിച്ചിട്ട് എത്രയും വേഗം നമ്മൾ ലണ്ടനിലേക്ക് പോവുക, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുവാനായും പറഞ്ഞു. എന്നാൽ ഈ വിവരം ഹാക്കർ അറിയുകയാണ്. ഹാക്കർ ഉടനെ തന്നെ ജയ്യെ വിളിക്കും. എന്നാൽ ജയ് ഹാക്കറിനോട് മാപ്പ് പറയും. കുട്ടിക്കാലത്ത് നടന്ന സംഭവത്തിന് നീ എന്തിനാ ഇങ്ങനെ പ്രതികാരം വീട്ടുവാനായിട്ട് വരുന്നത്? ഞങ്ങൾ നിന്റെ ചേട്ടനോടൊരു തമാശ ചെയ്തതാണെന്ന് പറയുമ്പോൾ, തമാശയോ? നിങ്ങൾ ചെയ്തത് തമാശയാണോ? എന്റെ ചേട്ടനെ എന്തുമാത്രം സ്വപ്നമുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ആ സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചിരുന്നതും. ചേട്ടൻ ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് വരുത്തി തീർത്ത് അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചത്. എന്റെ കൺമുന്നില എന്റെ ചേട്ടൻ മരണപ്പെട്ടത്. എന്റെ ചേട്ടൻ മരിച്ചതിൽ പിന്നെ അമ്മയും മരണപ്പെട്ടു. അച്ഛന് സുഖമില്ലാതായി.
കുറേ നാൾ അച്ഛനെ ഞാനാ നോക്കിയത്. എൻ്റെ ജീവിതം തകർന്നു പോകുവാനായിട്ട് കാരണം നിങ്ങൾ 3 പേരുമാണ്. അങ്ങനെയുള്ള നിങ്ങൾ 3 പേരെയും ഞാൻ വെറുതെ വിടത്തില്ല. നമുക്ക് വീണ്ടും ഒരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. അവനോട് വേഗം അവിടേക്ക് പോകുവാനായിട്ടും ഹാക്കർ പറയും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹാക്കർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അത് വലിയൊരു ചർച്ചയായിരുന്നു. മാത്രവുമല്ല, പൂട്ടിയിട്ടിരിക്കുന്ന ഒരു റൂമും ആ റൂം തുറക്കുവാൻ വേണ്ടിയിട്ടുള്ള ലോക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ആ റൂമിൽ നിറയെ കുറേ പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ജയ്ക്ക് ഉടനെ തന്നെ ഹാക്കറിൽ നിന്ന് കോൾ വരും. ആ പെൺകുട്ടികളെ എല്ലാവരെയും റഷ്യക്കാർ സെക്സ് വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനിരിക്കുന്ന പെൺകുട്ടികളാ. ഇപ്പോൾ തന്നെ റഷ്യക്കാർ അവിടേക്ക് വരും. ഞാൻ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, റഷ്യക്കാർ ഇപ്പോൾ അവിടെ വരും. നിന്നെ അവർ ഷൂട്ട് ചെയ്യും. നീ അവിടെ വെച്ച് മരണപ്പെടും. അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ പോലീസുകാരും വരും. പോലീസുകാർ കരുതുന്നത് നീ ആ പെൺകുട്ടികളെയൊക്കെ വാങ്ങുവാൻ വന്ന ആളായിരിക്കുമെന്ന്. അങ്ങനെ നിന്റെ കാര്യം ന്യൂസിലേക്ക് വരുന്നു. നീ ഇത്രയും നാൾ സമ്പാദിച്ചു വെച്ചിരുന്ന നിന്റെ പേരും പ്രശസ്തിയുമെല്ലാം അതോടെ പോകും. രണ്ടാമത്, റഷ്യക്കാർ അവിടേക്ക് വരും. നീ അവരെ എല്ലാവരെയും കൊന്നുകളയണം. അപ്പോൾ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോഴും നിന്റെ ന്യൂസ് ടിവിയിലൊക്കെ വരും. മൂന്നാമത്തേത്, നീ റഷ്യക്കാരെ കൊല്ലണം. മാത്രവുമല്ല, പോലീസുകാർ അവിടെ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ നീ രക്ഷപ്പെടണം. ഇതിലേത് വേണമെങ്കിലും നിനക്ക് സെലക്ട് ചെയ്യാമെന്നും ഹാക്കർ പറയുന്നു. ജയ് സെലക്ട് ചെയ്തത് 3ാമത്തെ ഓപ്ഷനായിരുന്നു. അവിടേക്ക് എത്തിയ റഷ്യക്കാരെ എല്ലാവരെയും കൊന്നതിന് ശേഷം പോലീസ് വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് മുറിവുകളുമായി ജയ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. കാറിലേക്ക് വന്ന് കയറിയ ജയ്യോട് ഹാക്കർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ഒരു നല്ല ഫൈറ്റർ ആണെന്ന് നീ തെളിയിച്ചു. ഇനി അടുത്തൊരു ഗെയിമുണ്ട്. നീ നല്ലൊരു ഡ്രൈവറാണെന്ന് തെളിയിക്ക്. നിന്റെ വീട്ടിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് എത്തിയിട്ടുണ്ട്. ആ ബോക്സിനുള്ളിലായിട്ട് പാവയല്ല, ബോംബാണുള്ളതെന്നും ഹാക്കർ പറയുന്നു. ഇനി നിനക്ക് മുന്നിൽ വെറും 15 മിനിറ്റ് മാത്രമാണുള്ളത്. ഈ 15 മിനിറ്റിനുള്ളിൽ നീ നിന്റെ വീട്ടിലേക്ക് എത്തിയാൽ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും സേവ് ആക്കാമെന്നും ഹാക്കർ പറയുന്നു. ജയ് മാക്സിമം വീട്ടിലേക്ക് എത്തുവാനായി ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ വെച്ച് ഇന്ത്യയിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഹാക്കറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ അച്ഛനുള്ള ലൊക്കേഷൻ ഒപ്പിക്കുകയാണ് ജയ്. അതേസമയം തന്നെയായിരുന്നു ഇവൻ വീട്ടിലേക്ക് എത്തുവാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതും. എന്നാൽ ഇനി ആകെയുള്ളത് വെറും മിനിറ്റുകൾ മാത്രമാണ്. താൻ എത്തില്ല എന്ന് മനസ്സിലായതോടുകൂടി ഭാര്യയും കുഞ്ഞിനെ ഓർത്ത് ജയ് കരയുന്നു. അതേ സമയത്തായിരുന്നു ഹാക്കർ കോൾ ചെയ്യുന്നതും. എന്താ, ഇനി ആകെ നിന്റെ ഭാര്യയും കുഞ്ഞും മരിക്കുവാനായിട്ട് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനുള്ള ലൊക്കേഷൻ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. നിന്റെ അച്ഛനെ ഞാൻ കൊല്ലുമെന്നും ജയ് വിരട്ടും. അത് കേട്ട് പേടിച്ച ഹാക്കറാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാനും നീയും തമ്മിലല്ലേ പ്രശ്നം. എന്റെ അച്ഛനെ എന്തിനാ ഇതിലേക്ക് വലിച്ചിടുന്നതെന്നും ഹാക്കർ ചോദിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു കോഡ് വേർഡ് അയച്ചു തരാം. അത് നീ നിന്റെ ഫോണിൽ ടൈപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ബോംബ് ഡീആക്റ്റീവ് ചെയ്യാൻ കഴിയുമെന്ന് പറയും. ഉടനെ തന്നെ ജയ് അതിന് സമ്മതിക്കുകയും ഹാക്കർ ആ കോഡ് വേർഡ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ജയ് അത് ടൈപ്പ് ചെയ്തതും ബോംബ് ഡീആക്റ്റീവായി. ഉടനെ തന്നെ ജയ് തന്റെ വീട്ടിലേക്ക് എത്തും. മുറിവുകളോടെ വരുന്ന ജയ്യെ കണ്ട് ഭാര്യ കരയുകയാണ്. എന്താ പ്രശ്നമെന്നൊക്കെ തിരക്കുമ്പോഴും ജയ് ഓടിപ്പോകുന്നത് അവിടെ വന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് നോക്കുവാൻ വേണ്ടിയിട്ടാ. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. എന്തെന്നാൽ ആ ഒരു ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ഒരു ബോംബും തന്നെ ഇല്ലായിരുന്നു. ഒരു പാവ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഹാക്കറിൽ നിന്നും കോള് വരികയാണ്. എന്താ നീ എന്നെക്കുറിച്ച് കരുതിയിരുന്നത്? നീ എൻ്റെ അച്ഛനെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്നോ? സത്യത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷത്തിൽ കൂടുതലായി. നീ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞു. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വെബ്സൈറ്റ് മുഴുവൻ ഞാൻ ഹാക്ക് ചെയ്തു. എൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫേക്ക് ആയിട്ടുള്ളതാണ് അയച്ചു കൊടുത്തതെന്നും ആ ഹാക്കർ പറയുന്നു. അതോടുകൂടി ജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കളി കളിച്ചതെന്ന് നിനക്കറിയണ്ടേ? സത്യത്തിൽ ഞാൻ നിന്നെ കൊണ്ടൊരു കോഡ് വേർഡ് ടൈപ്പ് ചെയ്യിച്ചില്ലേ? അത് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ബാൻ ചെയ്തിരുന്ന ഒരു സൈറ്റാണ്. അതിലേക്ക് ആര് കയറിയാലും അവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവ് പോലീസുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റിലേക്കാണ് ഞാൻ നിന്നെ ഇപ്പോൾ കയറ്റിയിരിക്കുന്നതും. നീ ആ ഒരു കോഡ് വേർഡ് എൻ്റർ ചെയ്ത ഉടനെ തന്നെ നീ ആ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നീ അറസ്റ്റ് ചെയ്യപ്പെടും. പോലീസുകാർ നിന്നെ തേടി വരുന്നുണ്ടെന്നും ഹാക്കർ പറയുന്നു. ഇതെനിക്ക് ഇന്ത്യയിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നീ കാശ് കൊടുത്ത് ജയിലിൽ നിന്നിറങ്ങും. അതുകൊണ്ടാണ് നീ വിദേശത്തേക്ക് എത്തുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തത്. വിദേശത്ത് വെച്ച് നിന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 20 വർഷമെങ്കിലും നീ അകത്ത് കിടക്കണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തതെന്നും ഹാക്കർ പറയുന്നു. അതേസമയമായിരുന്നു പോലീസ് അവിടേക്ക് വന്ന് ജയ്യെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ജയ് അവസാനമായിട്ട് ഹാക്കറിനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹീറോ ആയിരുന്ന എന്നെ വെറും സീറോ ആക്കി നീ മാറ്റിയല്ലേ. നിന്നെ തേടി ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് ജയ് പോകുന്നതും. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴാണ് ഹാക്കറിന്റെ മുഖം നമ്മളെ കാണിക്കുന്നതും. ആ ഹാക്കറാണെങ്കിലോ തന്റെ ഫാമിലിയുമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക. അതേ സമയത്തായിരുന്നു ഹാക്കറിനൊരു കോൾ വരുന്നത്. അൺനോൺ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നതും. കോൾ എടുക്കുകയാണ് ഹാക്കർ. അത് ജയ് ആയിരുന്നു വിളിച്ചത്. നീ എന്താ കരുതിയത്?
ഞാൻ അങ്ങ് ഇല്ലാതായി പോകുമെന്നോ? നീ ആരാണ്, നീ ഇപ്പോൾ എവിടെയാണ്, നിന്റെ കൂടെ ആരൊക്കെയുണ്ട് എന്നുള്ള A to Z കാര്യങ്ങളും ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. നിന്നെ തേടി ഞാൻ വരുമെന്നും ജയ് പറയും. അത് കേട്ട് ഹാക്കർ പറയുന്നതോ, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിക്കഴിഞ്ഞു, അത് ഞാൻ തന്നു, അതവിടെ കഴിഞ്ഞു. പക്ഷേ ഇനി എന്റെ ഫാമിലിയൊന്നും ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നും ഹാക്കർ പറയും. എന്നാൽ അത് കേട്ട് ജയ് പറയുന്നത്, എന്റെ സമ്പാദ്യം, എന്റെ ഫാമിലി എല്ലാം തന്നെ നീ നശിപ്പിച്ചു. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെയാ വെറുതെ വിടുന്നത്? എന്നാൽ ഹാക്കർ പറയുന്നതോ, നീ ഇനിയും എന്നെ തേടി വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇതിലും വലുതായിരിക്കും നേരിടേണ്ടി വരുന്നത്. അതിന് നീ തയ്യാറാണെങ്കിൽ നീ എന്നെ തേടി വാ എന്നും ഹാക്കർ പറയും. ഞാൻ അതിനെല്ലാം തയ്യാറാണ്, ഞാൻ എല്ലാം നേരിടാൻ തയ്യാറാണ്, നമുക്ക് നേരിടാമെന്നും ഹാക്കറിനോട് ജയ് പറയുകയാണ്. അതോടുകൂടി രണ്ടാം പാർട്ടിന്റെ ഒരു സൂചനയും തന്നുകൊണ്ടാണ് കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.